ഐക്യകണ്ഠേനയാണ് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. DCC പ്രസിഡന്റ് VS ജോയിയുടെ നിലപാടിനെ കോൺഗ്രസ് നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അൻവറിന്റെ പിന്തുണ നിലമ്പൂരിൽ ഗുണം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. അതേസമയം അൻവർ UDFൽ ഉണ്ടെന്ന് ഇപ്പോൾ പറയാനാവില്ല എന്നാണ് കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കിയത്. നേതാക്കളെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത്. VS ജോയും തീരുമാനത്തെ പിന്തുണച്ചു. ജോയിയുടെ നിലപാടിനെ കോൺഗ്രസ് നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. ജോയി കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റാണ്. ജോയിയുടെ നിലപാടുകളെ കോൺഗ്രസ് അങ്ങേയറ്റം നന്ദിയോടെയും ബഹുമാനത്തോടെയും ആ നിലപാടിനെ അംഗീകരിക്കുന്നു. ഇന്നലെ ഞായറായതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത്. തെരഞ്ഞെടുപ്പിന് തങ്ങൾ സജ്ജമാണെന്ന് VD സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സജ്ജമാണ്. 263 ബൂത്തുകളിൽ ഞങ്ങൾക്ക് കമ്മിറ്റികളുണ്ട്. ഞങ്ങൾ 8000-ലധികം വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തകരും, ആയിരക്കണക്കിന് പ്രവർത്തകർ ആ നിയോജകമണ്ഡലത്തിൽ തന്നെ സജ്ജരാണ്. അപ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കും. അതേസമയം അൻവറിനെ രാഷ്ട്രീയമായി UDFന് ആവശ്യമുണ്ടെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. അൻവർ UDFന്റെ ഭാഗമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. അത് UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. പൊളിറ്റിക്കലായി ഞങ്ങളുടെ ആവശ്യമാണ്. അദ്ദേഹത്തിന് സഹായം ഏറ്റുവാങ്ങും. അത് UDFന്റെ ഭാഗമാണോ എന്ന് ഇപ്പം പറയാൻ പറ്റില്ല. UDFന്റെ ഞങ്ങൾ ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത്. UDFന്റെ ഭാഗമാകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഒറ്റയ്ക്ക് UDFന്റെ ഭാഗമായിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനോട് പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. ജനം, കൊച്ചി.